ഹലോ എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റീറ്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങി വെച്ചൊരു ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ജിയോഗ്രഫിയുടെ ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായി. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ഇന്ത്യ ഉൾപ്പെടുന്ന അക്ഷാംശ രേഖാംശ വ്യാപ്തികൾ തുടങ്ങിയ വിശദാംശങ്ങൾ, ഇന്ത്യയിലെ സമയം കണക്കാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന സോൺ, അത് കണക്കാക്കുന്ന രീതി തുടങ്ങിയ പല ഇൻഫർമേഷൻസും ഒരു ബേസിക്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായി. സോ ഇന്നത്തെ ക്ലാസ്സിലെ ഡിസ്കഷൻ അതിന്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ്. സോ വൺസ് അഗൈൻ വെൽക്കം എവരിവൺ ടു അനദർ സെഷൻ ഓഫ് യുവർ ഇന്ത്യൻ ജിയോഗ്രഫി ക്ലാസ്സസ്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ കണ്ടന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു സ്ലൈഡ് വരെ ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് വരെ ആയിരുന്നു. ഗ്രീനിച്ച് മീൻ ടൈമിൽ നിന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര മാറിയിട്ടാണ് ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന്റെ ഒരു ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യ കൺസിഡർ ചെയ്യുന്നത് തുടങ്ങിയ വിശദാംശങ്ങൾ നമ്മൾ കണ്ടതാണ്. സോ നമുക്കറിയാം 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്ത്യയിൽ ഈ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് പരിഗണിച്ചിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് രേഖാംശ രേഖ നമുക്ക് അറിയാം. ഈ ഒരു രേഖാംശ രേഖ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഗ്രീനിച്ച് മീൻ ടൈമിൽ നിന്ന് 5.5 മണിക്കൂറാണ് എഹെഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. സോ ബിക്കോസ് വി ആർ ഓൺ ദി ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, അതുകൊണ്ട് നമ്മൾ അതിനെ എഹെഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കൺസിഡർ ചെയ്യാന്ന് പറയും. ഇതില് ഇന്ത്യയിലൂടെ പാസ് ചെയ്ത് പോകുന്ന പ്രധാനപ്പെട്ട ഒരു അക്ഷാംശ രേഖ, ഒരു ലാറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിന്റെ പേര് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ്, അല്ലെ. 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്ന ഒരു ലാറ്റിറ്റ്യൂഡ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ലാറ്റിറ്റ്യൂഡ് ഇന്ത്യനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് നമ്മളിപ്പോ കണ്ട ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സോൺ ആയിട്ടുള്ള 82.5 ഡിഗ്രിനെയും കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോ ഇവ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റും ഒബ്വിയസ്ലി അവിടെ ഉണ്ടാവും. ആ പോയിന്റ് ആരാണെന്നുള്ളത് ചോദ്യമായിട്ട് മുൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ്. നോക്കിയിരിക്കുക, ട്രോപ്പിക് ഓഫ് ക്യാൻസറും IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന ലോഞ്ചിറ്റ്യൂഡും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ കോരിയ ഡിസ്ട്രിക്റ്റ് ആണ്. ഛത്തീസ്ഗഡിലെ കോരിയ ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സോൺ ആയിട്ടുള്ള 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡും പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കുക. ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സോൺ പാസ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ 82 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്ന സ്റ്റേറ്റ്സിനെ പറ്റിയിട്ട് കൂടി പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ IST കടന്നു പോകുന്നത്. ഇതിനകത്ത് തെലങ്കാന ഭാഗമല്ല, ഇതിനകത്ത് മഹാരാഷ്ട്ര ഭാഗമല്ല, ഇതിനകത്ത് ബീഹാർ ഭാഗമല്ല എന്നറിയുന്നോളം. ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഏകദേശം ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി വരുന്നതായിട്ട് കണക്കാക്കാൻ പറ്റുമല്ലോ. അപ്പൊ പ്രോക്സിമിറ്റിയിൽ ഉള്ളതാണെന്നുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ ജാർഖണ്ഡ് ഇല്ല, അതൊക്കെ മനസ്സിലാക്കിയിരുന്നേ കേട്ടോ. അപ്പൊ ഈ അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ മാപ്പൊക്കെ ഒരു അറിയുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നും. പക്ഷെ ആരൊക്കെ ഉള്ളൂ? കേവലം 5 സംസ്ഥാനങ്ങളിലൂടെ മാത്രമാണ് IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സോണിന്റെ ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നുള്ളൂ. അത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആണെന്ന് മനസ്സിലാക്കി. 5 പേര് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോകാം, ഒരുപാട് ഡിലേ ഒന്നും ഇല്ലാണ്ട് നേരെ അടുത്ത കണ്ണിലേക്ക് പോകും. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഈ ഭൂമിയുടെ കറക്കവും അതുമായി ബന്ധപ്പെട്ട് ഓരോ ലാറ്റിറ്റ്യൂഡ്, ഓരോ ഡിഗ്രിയിലും എത്ര ലോഞ്ചിറ്റ്യൂഡ്, ഓരോ ഡിഗ്രിയിലും എത്ര മിനിറ്റിന്റെ വ്യത്യാസം വരെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇവിടെ നമ്മൾ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ പാർട്ടും ഏറ്റവും സദേൺ പാർട്ടിനെ പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ഏറ്റവും നോർത്തേൺ ആയിട്ട് വരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേര് പാക്കുപ്പയുടെ കശ്മീരിലാണെങ്കിലും അത് ഇന്ദിരാകോൾ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചു. കാരക്കോറം നിരയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും സൗത്ത് വരുന്ന പോയിന്റ് അങ്ങ് ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലെ ഏറ്റവും തെക്കു ഭാഗമാണ്, ഏറ്റവും സദേൺ പോർഷൻ ആണ്. വിളിക്കുന്ന പേര് ഇന്ദിര പോയിന്റ് എന്നും പഠിച്ചു. അപ്പൊ നോർത്തേൺ പോർഷൻ നമുക്കറിയാം, സദേൺ പോർഷൻ അറിയാം. സോ വാട്ട് അബൌട്ട് ദി ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ എൻഡ്? നോർത്തേൺ എൻഡും അറിയാം, സദേൺ എൻഡും അറിയാം. അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് എൻഡും കൂടി നമ്മൾ അറിയണ്ടേ? ആരാണ് ഏറ്റവും കിഴക്കായി കാണുന്നത്, ആരാണ് ഏറ്റവും പടിഞ്ഞാറായി കാണുന്നത് അറിയണം. ദ വെസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് എ സ്മോൾ ഇൻഹാബിറ്റഡ് വില്ലേജ് കോൾഡ് ഗുവാർ മോത്തി. എന്താണ് അതിന്റെ പേര്? ഗുവാർ മോത്തി. അപ്പൊ ആരാണ് ഗുവാർ മോത്തി? ഗുവാർ മോത്തി ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള, ഗുജറാത്തിലെ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്ന പ്രദേശം ഏത്, അല്ലെങ്കിൽ വില്ലേജ് ഏതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നതാണ് ഗുവാർ മോത്തി, പിവൈക്കോട്ട്. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറേ ഭാഗത്ത് ഗുവാർ മോത്തി എന്ന വില്ലേജ് കാണുന്നു എന്നതിന് സമാനമായി തന്നെ കിഴക്കേ അറ്റത്തായി കാണുന്നത് സ്വാഭാവികമായിട്ടും അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനമാണ്. അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തെ വില്ലേജ് ആണ്, അല്ലെങ്കിൽ ടൗൺ ആണ് കിബിത്തു എന്ന് പറയും. ഏതാണ് ആ ടൗണ്? കിബിത്തു. ഇപ്പൊ ഇന്ത്യയുടെ വടക്ക് എനിക്കറിയാം, ഏറ്റവും സദേൺ പോയിന്റ് അറിയാം, ഏറ്റവും വെസ്റ്റേൺ പോയിന്റ് അറിയാം,
ഏറ്റവും ഈസ്റ്റായി നിൽക്കുന്ന പോയിന്റും അറിയാം. നോർത്ത് ഇന്ദിരാകോൾ, നോർത്ത് ഇന്ദിരാകോൾ COL, COL, ഇന്ദിരാകോൾ. സൗത്ത് ഇന്ദിരാ പോയിന്റ് അല്ലെ. വെസ്റ്റ് ഗുവർമുഖി, ഈസ്റ്റ് കിബിത്തു, ഈസ്റ്റ് കിബു. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? ഇന്ദിരാകോള് കശ്മീർ അല്ലെ ലഡാക്കിലാണ്. ഇന്ദിരാകോൾ വരുന്നത് ലഡാക്കിലാണ്, അതായത് പാക് ഒക്കുപൈഡ് കശ്മീരിലാണ് എസെൻഷ്യലി വരുന്നത്. ലഡാക്ക് എന്ന കേന്ദ്രഭരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുക. ഇന്ത്യക്കാർ പറയുമ്പോൾ അത് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തുക. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദിരാകോളിനെ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ ഏറ്റമായി കണക്കാക്കിയത്. ഇന്ദിരാ പോയിന്റ് നമ്മൾ സൂചിപ്പിച്ചതാണ് ഗ്രേറ്റ് നിക്കോബാറിന്റെ ഭാഗമായിട്ടാണ്. ഗുവർമോത്തി ഗുജറാത്തിലാണ്, കിബിത്തു അരുണാചൽ പ്രദേശ്. അത് നിങ്ങൾ അറിയിട്ടുണ്ടാവണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഏറ്റവും അഗ്രഭാഗങ്ങളിലായി കാണുന്ന പ്രദേശങ്ങൾ ആരാണെന്ന് അറിയുന്നത്. ബാക്കിയുള്ള വസ്തുതകൾ ഇന്ത്യയുടെ പരിശോധിക്കുമ്പോൾ വലിപ്പാടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ രാജ്യവും ഇന്ത്യയെക്കാൾ വലുപ്പമേറിയ രാജ്യങ്ങൾ വേറെയുണ്ട്. നമ്മൾ 7ാം സ്ഥാനത്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇന്ത്യയുടെ വലുപ്പം 7ാം സ്ഥാനത്താണ്. ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള മറ്റ് 6 രാജ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവയുടെ വലിപ്പാടിസ്ഥാനത്തിൽ പറയാനുള്ള റഷ്യ, കാനഡ, അമേരിക്ക, ചൈന, ബ്രസീൽ ആൻഡ് ഓസ്ട്രേലിയ. ഈ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെക്കാൾ വലിപ്പമേറിയ രാജ്യം. മറ്റെല്ലാ രാജ്യത്തെയും പോലെ തന്നെ ഇന്ത്യക്കും ഒരു കടലതിർത്തിയും കരയതിർത്തിയും നിർണ്ണയിക്കുന്നുണ്ട്. നമ്മൾ കടലിന്റെ കാര്യത്തിൽ സാധാരണ നമ്മുടെ തീരദേശത്ത് നിന്ന് എത്ര പ്രദേശത്തേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കടലാണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അധീനതയിൽ വരുന്ന കടൽ പ്രദേശം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഓഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ ലോകത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഓഷനുകളിൽ ഇന്ത്യൻ ഓഷന്റെ പരാമർശം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഓഷൻ എന്ന പേര് കിടക്കുന്നു എന്ന് കരുതി ഇന്ത്യൻ ഓഷനിൽ മുഴുവൻ ഇന്ത്യയുടെ കൺട്രോൾ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലുമല്ല. ഇന്ത്യയുടെ തീരദേശത്ത് നിന്ന് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇന്ത്യയുടെ തീരദേശത്തിൽ നിന്ന് ആ ഒരു ഡിസ്റ്റൻസ് വരെ മാത്രമാണ് ഇന്ത്യക്ക് നേരിട്ട് അധികാരപരിധിയായി പരിഗണിച്ചിരിക്കുന്ന കടൽ അല്ലെങ്കിൽ സമുദ്ര മേഖല പോലെ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടെറിറ്റോറിയൽ വാട്ടേഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇന്ത്യൻ വാട്ടേഴ്സ് അല്ലെങ്കിൽ ടെറിറ്റോറിയൽ വാട്ടർ, പൊതുവെ പറയുന്ന ടെറിറ്റോറിയൽ വാട്ടർ. അതായത് ഇന്ത്യ എന്ന ടെറിട്ടറിയുടെ ഭാഗമായിട്ട് വരുന്ന കടൽ പ്രദേശം എത്രയാണ്? അത് പൊതുവെ മറ്റേത് രാജ്യത്തെയും പോലെ ഇന്ത്യക്ക് 12 നോട്ടിക്കൽ മൈലാണെന്ന് മനസ്സിലാക്കിയിരിക്കും. എത്ര നോട്ടിക്കൽ മൈൽ മക്കളെ? 12 നോട്ടിക്കൽ മൈൽസ്. 12 നോട്ടിക്കൽ മൈൽസ് ഏകദേശം ഒരു 22.5 കിലോമീറ്ററിനോട് അടുത്ത് വരുന്നൊരു ഡിസ്റ്റൻസ് ആണ് ഈ 12 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കര അതിർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കരയിൽ നിന്ന് കോസ്റ്റിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ ദൂരമുള്ള പ്രദേശങ്ങള് ഇന്ത്യയുടെ ടെറിറ്റോറിയൽ വാട്ടേഴ്സ് ആണ്. ഇതെല്ലാം ഇപ്പൊ 12 ഞാൻ ഇവിടെ നിന്നെല്ലാം മാർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇത്രയും ഈ ഒരു ബൗണ്ടറി വരെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യൻ വാട്ടേഴ്സ്, ടെറിറ്റോറിയൽ വാട്ടേഴ്സ് എന്ന് പറയാം. TW എന്ന് ഞാനിപ്പോ തൽക്കാലം സൂചിപ്പിക്കും. TW ടെറിറ്റോറിയൽ വാട്ടേഴ്സ്. അപ്പൊ ഈ കാണുന്ന ഇത്രയും ഏരിയ, ഇന്ത്യയുടെ ചുറ്റും കാണുന്ന ഇത്രയും ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യക്ക് കൺട്രോൾ ഉള്ള വാട്ടേഴ്സ് ആണ്. ഇവിടെ ഇന്ത്യയുടെ ഒരു കപ്പലോ മത്സ്യബന്ധന കപ്പലുകളോ ഒക്കെ പോയി എന്ന് കരുതിയിട്ട് നമ്മളെ മറ്റാരും എന്ത് ചെയ്യാൻ പോകുന്നില്ല, തടയാൻ പോകുന്നില്ല. അത് മാത്രമല്ല, മറ്റേതെങ്കിലും രാജ്യത്തിന്റെ കപ്പൽ, അതിപ്പോ ചരക്ക് ഗതാഗതത്തിനുള്ള കപ്പലായാലും ശരി, നാവിക കപ്പലുകളായാലും ശരി, അത് നമ്മുടെ ഈ ഒരു ടെറിറ്ററിക്കുള്ളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി ഇന്ത്യയുടെ പെർമിഷൻ വാങ്ങണമെന്നൊരു റിക്വയർമെന്റ് കിടപ്പുണ്ട്. ഇന്ത്യയുടെ അനുമതി ഇല്ലാണ്ട് ഇതിനകത്തേക്ക് കടക്കുന്ന വാഹനങ്ങള്, അതായത് വെസൽസ്, കടലിലൂടെ വരുന്ന കപ്പലുകളോ ബോട്ടുകളോ എന്ത് തന്നെ ആയാലും അവയെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുവാനുള്ള അധികാരം ഇന്ത്യൻ നേവി എന്ന സായുധ സേനയ്ക്കും, അതുപോലെ അവ തീരദേശത്തോട് അടുത്തെത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന സായുധ സേനയ്ക്കും അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ പെർമിഷൻ ഇല്ലാണ്ട് ഈ പരിസരത്തേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പൂർണ്ണ അവകാശം ഈ വാട്ടേഴ്സിലേക്ക് കടക്കണമെങ്കിൽ എന്റെ അനുമതി വേണം, ഇന്ത്യയുടെ അനുമതി വേണം. അതുകൊണ്ടാണ് ഇത് ഇന്ത്യയുടെ ടെറിറ്റോറിയൽ വാട്ടേഴ്സ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് പൊതുവെ രാജ്യങ്ങളുടെ ടെറിറ്റോറിയൽ വാട്ടേഴ്സിന്റെ എക്സ്റ്റെൻഡ് ആയി കൊടുത്തിരിക്കുന്നത് കേവലം 12 നോട്ടിക്കൽ മൈൽ തന്നെയാണ്. പക്ഷെ ഇതല്ല ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം, അത് വേറെയാണ്. ഓക്കെ, ഇന്ത്യയുടെ കടൽ അതിർത്തി എത്ര കിലോമീറ്റർ വരെയാണെന്ന് ചോദിച്ചാൽ 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം ചോദിച്ചാൽ, കോസ്റ്റൽ എക്സ്റ്റെൻഡ് ചോദിച്ചാൽ ഇതല്ല ഉത്തരം, അത് വേറെയാണ്. ഓക്കെ, നിങ്ങളും പഠിച്ചിരിക്കുക വേറെ ആയിരിക്കും. ഒരു 7500 സംതിങ് എന്ന് പറയുന്ന ഒരു വാല്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യമാണ്. അതായത് ഇവിടെ നിന്ന് ഗുജറാത്തിൽ തുടങ്ങി ഇങ്ങനെ കറങ്ങി അങ്ങ് ബേ ഓഫ് ബംഗാൾ വരെയുള്ള ഈ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ എന്തായിട്ട് ഉദ്ദേശിച്ചത്? തീരദേശ ദൈർഘ്യം, കോസ്റ്റൽ ലെങ്ത്, CL, കോസ്റ്റൽ ലെങ്ത്. അതിന്റെ വാല്യൂ വേറെ കേട്ടോ, വ്യക്തമാണല്ലോ. കടൽ അതിർത്തി എന്ന് പറയുന്നത് കരയിൽ നിന്ന് എത്ര ദൂരം വരെ നമ്മുടെ ടെറിറ്റോറിയൽ വാട്ടേഴ്സ് ആയിട്ടുണ്ട് എന്ന് പരിഗണിക്കുന്ന ഡിസ്റ്റൻസും,
കോസ്റ്റൽ സ്ട്രെച്ച് അല്ലെങ്കിൽ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത് ആ തീരദേശം മുഴുവനായി പരിഗണിക്കുന്ന നീളവുമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും ഒന്ന് തന്നെയല്ല എന്നുകൂടി മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? സെറ്റ്. ഇന്ത്യക്ക് കടൽ അതിർത്തി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കടൽ അതിർത്തി എന്നത് ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കടൽ അതിർത്തി ഇതാണ്, ഇന്ത്യയുടെ കോസ്റ്റൽ സ്ട്രെച്ച്, നമ്മളിപ്പോ സൂചിപ്പിച്ച ഈ കോസ്റ്റൽ സ്ട്രെച്ച് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ സൂചിപ്പിച്ചാണ് 7000 സംതിങ് കിലോമീറ്റേഴ്സ് ആണ് വരിക എന്നുള്ളത്. നിങ്ങളിൽ മുക്കാൽ കുട്ടികളും പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു ഘടകമായിരിക്കും ഒരു പക്ഷെ അതിലൊരു ചെറിയ വ്യത്യാസം. അതായത് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം നിലവിൽ 11,098.8 കിലോമീറ്റർ ആണ്. 11,098.8 കിലോമീറ്റേഴ്സ് ആണ് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. പണ്ട് നിങ്ങൾ ഒരു 1-2 വർഷം മുമ്പൊക്കെ പഠിച്ചിരുന്ന സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക 7,516.6 കിലോമീറ്റേഴ്സ് ആയിരിക്കും. 7,516.6 കിലോമീറ്റർ ആയിരുന്നു ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നിലവിൽ 2023-24 മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ആഭ്യന്തര മന്ത്രാലയം പുതുക്കി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്നത് 11,098.8 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ കരുതും, അപ്പൊ ഇന്ത്യ വേറെ ഏതെങ്കിലും സ്ഥലം പിടിച്ചടക്കി ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ, അതോ ഇന്ത്യ വളർന്ന തീരദേശത്തിന് വലിപ്പം കൂടിയിട്ടുണ്ടോ? ഒന്നുമില്ല. വലിപ്പം കണക്കാക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. വലിപ്പം കണക്കാക്കുന്നതിന് ഐലൻഡ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കുന്നു. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വന്ന സാഹചര്യത്തിലാണ് കോസ്റ്റൽ ലെങ്തിന്റെ ആക്ച്വൽ ഡിസ്റ്റൻസിൽ വർധനവ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നുള്ള. അല്ലാണ്ട് നമ്മൾ ഒരു രാജ്യത്തെയും അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയും കൂടുതലായി കൂട്ടിച്ചേർത്തിട്ടുമില്ല. ഇന്ത്യയുടെ തീരദേശത്തിന് വളർച്ചയൊന്നും സംഭവിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ടല്ല ഇത് വളർന്നത്. കാൽക്കുലേഷൻ മെത്തേഡ്സിൽ ഉണ്ടായ വ്യത്യാസം, അതാണ് ചോദിക്കുന്നത് PS. എന്തുകൊണ്ട് ഇത് മാറിയെന്ന് വെച്ചാൽ കാൽക്കുലേഷൻ മെത്തേഡ്സിലുള്ള ഡിഫറൻസ് കാരണമാണ് ഈ ഒരു ഡിഫറൻസ് ഇവിടെ റൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻക്രീസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കിയ. ബട്ട് അതുകൊണ്ട് നിലവിൽ പ്ലീസ് നോട്ട് ആൻഡ് സ്റ്റഡി, നിലവിൽ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം കോസ്റ്റൽ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ കോസ്റ്റൽ ലെങ്ത് 11,098.8 കിലോമീറ്റേഴ്സ്. ഇത്രയുണ്ട്, പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആരാ പുറത്തോട്ട്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസിന്റെ അലോക്കേഷൻ. അപ്പൊ കടലിന്റെ ടോട്ടൽ ലെങ്ത്, അല്ലെങ്കിൽ ഇന്ത്യയും കടലും തമ്മിലുള്ള ഒരു തീരദേശ പ്രദേശത്തിന്റെ ആകെ ലെങ്ത് എന്ന് പറയുന്നത്, ദൈർഘ്യം എന്ന് പറയുന്നത് 11,098.8 ആണെങ്കിൽ ഇന്ത്യക്ക് കോസ്റ്റൽ സ്ട്രെച്ച് മാത്രമല്ല ഉള്ളത്. നമുക്കറിയാം ഇന്ത്യയുടെ പകുതിക്ക് മുകളിലേക്ക് ഇന്ത്യ ലാൻഡ് ബോർഡേഡ് ആയിട്ട് നിൽക്കുകയും പകുതിക്ക് താഴെ അരയ്ക്ക് കീഴ്പോട്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെയുമാണ് നിൽക്കുന്നത്. അതാണല്ലോ ഇന്ത്യയുടെ ഒരു കിടപ്പ്. അപ്പൊ ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്ന ഏരിയാസ്, ഇപ്പോൾ ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, ഇങ്ങനെയാണ് ഇന്ത്യ പോകുന്നത് മനസ്സിലാക്കിട്ടോ. ഏകദേശം ഇവിടെ നിന്ന് മുകളിലേക്ക് ലാൻഡാണ്, അതുപോലെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഇത് ലാൻഡ് ശരിയല്ലേ. ഇവിടെയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് മുകളിലേക്ക് ഇത് ലാൻഡാണ്, ബംഗ്ലാദേശും അല്ലെ, ബംഗ്ലാദേശ്. അപ്പൊ ഈ വടക്കോട്ട് കാണിച്ചിരിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് പൊതുവെ ഇതിന് മുകളിലോട്ടെന്ന് പറയുന്നത് ലാൻഡ് ഏരിയ, ഇതൊക്കെ ലാൻഡാണ്, ശരിയല്ലേ? യെസ്. അതുപോലെ താഴെ കാണുന്നത് ഈ സൗത്ത് ഭാഗത്തായിട്ട് കാണുന്നതോ ഇത് ഓഷ്യൻസോ, കടലും. അപ്പോ ഈ കടലിലേക്ക് ഇന്ത്യ ഇറങ്ങി നിൽക്കുന്നതാണ് ഇന്ത്യയുടെ തീരദേശം എന്ന് പറയുന്നത്. ആ ദൈർഘ്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് എത്ര എന്ന്. ഈ ഒരു ദൈർഘ്യം ഇത് മുതൽ ഇതുവരെയുള്ള ഈ ടോട്ടൽ ലെങ്ത് ആണ്, ഈ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഇത് ഗുജറാത്ത് മുതൽ ഇങ്ങനെ വെച്ചു ഇതാണ് നമ്മൾ. അതും പിന്നെ അതുപോലെ നമ്മൾ ഐലൻഡ് ഗ്രൂപ്പുകളുണ്ടല്ലോ, ഇവിടെ ആൻഡമാൻ നിക്കോബാർ, ഇവിടെ ലക്ഷദ്വീപ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഐലൻഡ് ഗ്രൂപ്പുകളുടെ ഒക്കെ ലെങ്ത് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ 11,098.8 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് കടൽ അല്ലെങ്കിൽ തീരദേശം മാത്രമല്ലാണ്ട് ഈ കരയാൽ ബന്ധിതമായി നിൽക്കുന്ന ഒരു പ്രദേശം കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്, ശരിയല്ലേ? എത്രയാണ് അപ്പൊ കര അതിർത്തി വരുന്നത് ഇന്ത്യക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കരാതിർത്തി ഈ തീരദേശ ദൈർഘ്യത്തെക്കാൾ കൂടുതലാണ്. 15,200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ലാൻഡ് ബോർഡർ വരുന്നത്. മനസ്സിലാക്കാം എത്ര കിലോമീറ്റർ ആണ്? 15,200 കിലോമീറ്റർ. ഇല്ല, 15,200 കിലോമീറ്റേഴ്സ് ലാൻഡ് ബൗണ്ടറി ഉള്ളൂ. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞ കാര്യം. ലാൻഡ് ബൗണ്ടറി ആൻഡ് പിന്നെ കോസ്റ്റൽ ഏരിയ ആസ് വെൽ ആസ് നോട്ടിക്കൽ മാരിടൈം എക്സ്റ്റെൻഡും നമ്മൾ കണ്ടിട്ടാണ്. ഇങ്ങനെ 15,200 കിലോമീറ്റർ ലാൻഡ് ബൗണ്ടറിയും 11,000 മുകളിൽ കിലോമീറ്റർ കടൽ അതിർത്തിയുമുള്ള കടൽ പ്രദേശവും തീരദേശ പ്രദേശവുമുള്ള ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. കാരണം ഇവരെ കരയുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 15,200 കിലോമീറ്റർ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കരയിലെ ഈ പ്രദേശങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കിടക്കുക. അതുകൊണ്ട് തന്നെ ഇവനും അയൽ രാജ്യങ്ങളുണ്ട്, ഇന്ത്യക്ക് അയൽ രാജ്യങ്ങളുണ്ട്. ആരൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്നുള്ളത് പഠിച്ചിരിക്കുക. എത്രയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്നും പഠിച്ചിരിക്കുക. ആകെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ട് കണക്കൂട്ടുന്ന 9 രാജ്യങ്ങളെയാണ്. 9 രാജ്യങ്ങളാണ്. അതില് കരബന്ധിതമായി നിൽക്കുന്ന അതിർത്തികൾ എന്ന രീതിയിൽ പറയുന്ന രാജ്യങ്ങൾ 7 പേരുമാണ്. അപ്പൊ കരാതിർത്തിയുള്ള ഇന്ത്യയുമായി കരാതിർത്തിയുള്ള രാജ്യങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചത് 7 പേരാണ്.
എന്നാൽ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ പൊതുവെ 9 പറയാറുണ്ട് മനസ്സിലാക്കുക. അപ്പൊ ആരൊക്കെയാണ് ഈ കരാതിർത്തി, ആരാണ് കരാതിർത്തി അല്ലാതെ ഉള്ളത്, ആരൊക്കെയാണ് ഈ 9 പേർ പഠിക്കുന്നത്? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് എപ്പോഴും പ്രയോഗമുള്ളതാണല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ. ഇന്ത്യയുടെ അതിർത്തിയിൽ നമ്മൾ ആദ്യമായി പരിഗണിക്കുന്ന രാജ്യം പാകിസ്ഥാൻ തന്നെ, 1. 2 അഫ്ഗാനിസ്ഥാൻ. നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അതിർത്തി ഇങ്ങനെ പോയിട്ട് ഇവിടെ വെച്ച് ചെറിയൊരു നാരോ സ്ട്രിപ്പായി മാറി ഇത്രയും മാത്രമാണ് ടച്ച് ചെയ്തത്, ഇത്രയേ ഉള്ളൂ അല്ലെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് ഇന്ത്യയുടെ ഈ ഒരു പ്രദേശം, ഇത്രയും റീജിയൻ മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അതിർത്തിക്ക് വേണ്ടിയിട്ട് വന്ന് ടച്ച് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല ഈ ഒരു മേഖല മൊത്തത്തിൽ നമ്മൾ പറയുന്നത് പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന്, എന്താ പറയാ, പാക് ഒക്കുപ്പൈഡ് കശ്മീർ. അപ്പൊ ഈ പാക് ഒക്കുപ്പൈഡ് കശ്മീരിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നമ്മൾ അതിർത്തിയുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി ഉണ്ട് എന്നത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അവരുടെ അംഗീകാരം നമ്മൾ ചോദിക്കുന്നില്ല. ഇന്ത്യക്കാരായ നമ്മൾ ഇത് മുഴുവൻ ഇന്ത്യയായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശം ഇന്ത്യയുടേതാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ അതിർത്തി ഉണ്ട് എന്ന് തന്നെ പറയും. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അതിർത്തി എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. കേവലം 106 കിലോമീറ്റർ. കണ്ടപ്പോൾ നമ്മൾ ആ ചിത്രം കണ്ടപ്പോഴും മനസ്സിലായതാണ്, വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. ആ ഒരു പൊട്ടിട്ട മാതിരി ഒരു ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് 106 കിലോമീറ്റർ ആണ് ആക്ച്വൽ ഡിസ്റ്റൻസിൽ വരെ 106. ഇതാണ് ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ കരാതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് 106. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചൈന കാണാം അല്ലെ, വളരെ വലിയ ഒരു രാജ്യമായിട്ട് നിൽക്കുന്ന ചൈന കാണാം. ആ ചൈന നമ്മുടെ അയൽ രാജ്യമാണ്, കിഴക്ക് ഭാഗത്ത് കാണാം. പിന്നെ ഉള്ളത് നേപ്പാളാണ് അല്ലെ. ദെൻ ഇവിടെ നമുക്ക് നേപ്പാൾ കാണാൻ സാധിക്കുന്നു. ഇപ്പൊ എത്ര പേരായി? 1, 2, 3 ചൈന, 4 നേപ്പാള്, 5 തൊട്ട് നേപ്പാളിന്റെ വലതുവശത്തായിട്ട് സിക്കിം ഉണ്ട്. സിക്കിമിന്റെ വലതുവശത്തായിട്ട് കാണുന്നയാളാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ 5-ാമത്തെ ആൾ ഭൂട്ടാൻ. 6 നിങ്ങൾ ഈ കിഴക്കൻ സൈഡ് നോക്കിയാൽ മ്യാൻമർ സൂചിപ്പിച്ചിരിക്കുന്ന കാണാം, മ്യാൻമർ. തിരിച്ച് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബംഗ്ലാദേശും ഉണ്ട്, 7 ബംഗ്ലാദേശ്. ഇതാണ് നമ്മുടെ 7 കരാതിർത്തിയുള്ള രാജ്യങ്ങൾ. എളുപ്പമാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക, വേറൊന്നും എളുപ്പമാണ്, നിങ്ങൾക്കറിയാം. ഇപ്പൊ കടലതിർത്തി വരുന്ന 2 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാലോ, അത് 1 തൊട്ട് താഴെ നിൽക്കുന്ന ശ്രീലങ്ക എന്ന രാജ്യവും, 2 ലക്ഷദ്വീപിന് സൗത്ത് ഭാഗത്തായിട്ട്, ലക്ഷദ്വീപിന്റെ ദക്ഷിണ ഭാഗത്തായിട്ട് കാണുന്ന മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം. അപ്പൊ മാലിദ്വീപിനെയും ശ്രീലങ്കയെയും ഇന്ത്യ കടലതിർത്തിയുള്ള രാജ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രീലങ്കയും ആ 2 രാജ്യങ്ങളും കൂടെ കൂട്ടിയിട്ടാണ് 8 and 9 ടോട്ടൽ 9 countries are we actually sharing our boundaries with എന്ന് പറയും. അപ്പോൾ ഇന്ത്യയിലെ അതിർത്തിയുള്ള രാജ്യങ്ങളാണ് മാലിദ്വീപ്, ശ്രീലങ്ക, പിന്നെ മറ്റു 7 പറഞ്ഞ ആൾക്കാർ. അതുകൊണ്ട് മാലിദ്വീപും ശ്രീലങ്കയും കടലതിർത്തി മാത്രമേ ഉള്ളൂ, കരാതിർത്തി ഇല്ല എന്ന് കൂടി പറഞ്ഞു. ശരിക്കും ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ശ്രീലങ്കയും മാലിദ്വീപ്സിനെയും മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയത് കേട്ടോ. ദൂരോട്ടുള്ള ആൾക്കാരെയൊന്നും നിങ്ങൾ ചോദിക്കല്ലേ, കടലിലായതുകൊണ്ട് കടലതിർത്തി പറയുകയാണെങ്കിൽ പിന്നെ ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ എന്ന് ചോദിക്കരുത്. അടുത്ത് കിടക്കുന്നവരായതുകൊണ്ടാണ് ഇവരെ നമ്മൾ കടലതിർത്തി എന്ന രീതിയിൽ 2 പേരെ സൂചിപ്പിച്ചത്. മാലിദ്വീപ് അകന്നല്ലേ കിടക്കുന്നതെന്ന് വെച്ചാൽ അല്ല, ലക്ഷദ്വീപിലെ ഒരു മിനിക്കോയ് ഐലൻഡിൽ നിന്ന് അടുത്താണ് നിൽക്കുന്നത് മാലിദ്വീപ്. അതുകൊണ്ടാണ് അതിനെയും കണക്ക് കൂട്ടിയിരുന്നത്. മാലിദ്വീപ് ലക്ഷദ്വീപിന്റെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അദ്ദേഹത്തെയും കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ. ഇതിൽ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയാണെന്ന് പറഞ്ഞു. ഏറ്റവും വലുത് പക്ഷേ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തിയാണ്. 4097 കിലോമീറ്റർ ആണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കാം. മുന്നോട്ട് പോകും. ഇതിൽ അതിർത്തി രേഖകൾക്ക് ചില പേരുകളും കൂടി സൂചിപ്പിച്ചിരിക്കുന്ന സാഹചര്യം കാണാനുണ്ട്. അതിർത്തി രേഖകൾക്ക് ചില പേരുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഇൻഡോ പാക് ബോർഡർ, അതുപോലെ ഇൻഡോ ബംഗ്ലാദേശ് ബോർഡർ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയെ, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയെയും വിളിക്കുന്ന പേരെന്തെന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് റാഡ്ക്ലിഫ് ലൈൻ. ലൈനാണോ അല്ലെ, റാഡ്ക്ലിഫ് ലൈൻ. അപ്പൊ എന്താണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് ചോദിച്ചാൽ സർ സിറിൽ റാഡ്ക്ലിഫിന്റെ പേരിലാണ് ഈ ഒരു രേഖ. ഫിനാൻസ് മിനിസ്റ്ററോ മിനിസ്റ്ററോ കൊണ്ടാണ്, നമ്മുടെ ഫിനാൻസ് സെക്രട്ടറിയോ മറ്റോ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ. അദ്ദേഹമാണ് ഈ ഡീലിനേഷൻ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണ്ണയിക്കുന്ന കമ്മീഷനുകളുടെ കാര്യം തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഈ രേഖയ്ക്ക് വരുന്നത്, റാഡ്ക്ലിഫ് ലൈൻ. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് ചോദിച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടും റാഡ്ക്ലിഫ് ലൈൻ തന്നെയാണ് അറിയപ്പെടുക. ഇൻഡോ ചൈന അതിർത്തി ഏകദേശം 3478 കിലോമീറ്റർ ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയുള്ളത്. ഇന്ത്യ പാക് 3323. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയെ വിശേഷിപ്പിക്കുന്ന പേരാണ് മക്മഹോൺ ലൈൻ. ഇത് ലൈനാണോ മക്കളെ, മക്മഹോൺ ലൈൻ. മക്മോഹൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും ശരിക്കും ഇത് മക്മഹോൺ ലൈൻ എന്നാണ്, MAHON. പിന്നെ അത് പ്രയോഗിച്ചേ
മോഹനായതാണ്. മക്മഹോൻ ലൈൻ എന്നാണ്, MCMAHON, മക്മഹോൻ ലൈൻ എന്നാണ്. പക്ഷെ പ്രയോഗിച്ച് മക്മോഹൻ എന്നായിപ്പോയി. പറയുമ്പോൾ മക്മോഹൻ ലൈൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തെറ്റില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും മക്മഹോൻ ലൈൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതാണ് ഇന്ത്യ ചൈന അതിർത്തി വിളിക്കുന്ന പേര്. 3488 കിലോമീറ്റർ. ഇന്ത്യ നേപ്പാൾ ബോർഡറിന് പ്രത്യേകിച്ച് പേരുകളൊന്നും കൊടുത്ത് വിശേഷിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിനും പേരുകൾ കൊടുത്ത് വിശേഷിപ്പിച്ചിട്ടില്ല. ഇൻഡോ മ്യാൻമർ ബോർഡറിനും പേരുകൾ കൊടുത്ത് വിശേഷിപ്പിച്ചിട്ടില്ല. പിന്നെ വരുന്നത് ബംഗ്ലാദേശ് ബോർഡറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റാക്ലിഫ് ലൈൻ എന്ന് പറഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ റാക്ലിഫ് ലൈൻ എന്ന് പറഞ്ഞു 4097 കിലോമീറ്റർ വരെ അല്ലെ. ഇന്ത്യ നേപ്പാൾ ബോർഡർ 1770 കിലോമീറ്റർ, ഭൂട്ടാൻ ബോർഡർ 699 കിലോമീറ്റർ, ഇൻഡോ മ്യാൻമർ ബോർഡർ 1641 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഏറ്റവും ആദ്യം ബംഗ്ലാദേശ്, ഏറ്റവും കൂടുതൽ അതിർത്തികൾ. രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ്? ചൈനയാണ് രണ്ടാം സ്ഥാനം, 3488. മൂന്നാം സ്ഥാനത്തോ പാകിസ്ഥാനാണ്, മൂന്നാം സ്ഥാനത്തോ പാകിസ്ഥാൻ. നാലാം സ്ഥാനത്ത് വരുന്നത് നേപ്പാളാണ്. അഞ്ചാം സ്ഥാനത്ത് വരുന്നത് മ്യാൻമർ ആണ്. ആറാം സ്ഥാനത്ത് വരുന്നത് ഭൂട്ടാനാണ്. ഏഴാം സ്ഥാനത്ത് വരുന്നത് അഫ്ഗാനിസ്ഥാൻ. ഈ ഒരു ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറുകളിലൊക്കെ ഇത് അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കാം. ആദ്യത്തെ 2-3 പേരെയൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കും. ആദ്യത്തെ 2 പേരെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ ആളെ അറിയാമായിരിക്കും. ഏറ്റവും ചെറിയ ആള് അഫ്ഗാനിസ്ഥാൻ ആണെന്നും ഏറ്റവും വലിയ ആള് നേപ്പാളല്ലോ ബംഗ്ലാദേശ് ആണ് എന്ന് നമുക്ക് എന്തായാലും അറിയാമായിരിക്കും. പക്ഷെ ഇതിനിടയിലുള്ള ആൾക്കാരുടെ പരസ്പര അറേഞ്ച്മെന്റുകൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ചിലപ്പോ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യാൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനായി മാറും. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഓർഡറിൽ തന്നെ ഒന്ന് പഠിച്ചു പോകാൻ. ഓക്കെ, റൈറ്റ്. വെസ്റ്റ് ബംഗാൾ ഇസ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ഷെയർസ് ദ മോസ്റ്റ് ഇന്റർനാഷണൽ ബോർഡേഴ്സ് എന്ന് പറയും. പശ്ചിമ ബംഗാൾ, നിങ്ങൾ ഈ ചിത്രം നോക്കി കഴിഞ്ഞാൽ, ആദ്യ ചിത്രം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പശ്ചിമ ബംഗാൾ ഇങ്ങനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങ് അസം വരെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാം സാർ. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിന് ബംഗ്ലാദേശ് എന്ന രാജ്യവുമായിട്ടും അതുപോലെ നേപ്പാൾ എന്ന രാജ്യവുമായിട്ടും ഭൂട്ടാൻ എന്ന രാജ്യവുമായിട്ടും അതിർത്തി ഉള്ളതായിട്ടും കാണാം. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തിന് 3 രാജ്യങ്ങളുടെ അതിർത്തി ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ള ഒരു സംസ്ഥാനം എന്ന രീതിയിൽ കണക്കാക്കുന്നത്. സിക്കിമും അതുപോലെ പറയാൻ കേട്ടോ. ടിബറ്റും നേപ്പാളും ഭൂട്ടാനും സിക്കിമിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും ഒരു പരിധി വരെ. അതുകൊണ്ട് അത് കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ പറയുന്നതാണ്. യൂണിയൻ ടെറിട്ടറി ആകട്ടെ അത് ലഡാക്കാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിർത്തി, ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഉള്ള യൂണിയൻ ടെറിട്ടറി, ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഉള്ള യൂണിയൻ ടെറിട്ടറി ഏതെന്ന് ചോദിച്ചാൽ അത് ലഡാക്ക് ആണെന്ന് പഠിച്ചിരിക്കുക. അതേതാണ്? അത് ലഡാക്കാണ്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട് അല്ലെ, പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. അതുപോലെ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. അതുപോലെ ചൈന അല്ലെങ്കിൽ ടിബറ്റ്, ചൈനയുമായും അതിർത്തിയുണ്ട്. അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയുമായി അതിർത്തിയുള്ള ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ബൗണ്ടറികളുള്ള കേന്ദ്രഭരണ പ്രദേശമുള്ളത്. ജമ്മു കാശ്മീരിനൊക്കെ പാകിസ്ഥാനുമായിട്ട് മാത്രമാണ് അതിർത്തിയുള്ളത്. അതുപോലെ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി ഷെയർ ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും അധികം അതിർത്തി ഷെയർ ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ശരിക്ക ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ ദൈർഘ്യം അതിർത്തി പങ്കിടുന്ന യൂണിയൻ ടെറിട്ടറി ഏതെന്ന് ചോദിച്ചാൽ അത് ജമ്മു ആൻഡ് കാശ്മീരുമാണ്. ക്ലിയർ അല്ലേ? ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാൻ എന്ന സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ എന്നും മനസ്സിലാക്കിയിരിക്കാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട്. India is almost divided into 2 equal halves by the important latitude called the Tropic of Cancer. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അക്ഷാംശ രേഖയാണ്, ലാറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. 1-2 കാരണങ്ങൾ. ഒന്ന്, ഇത് ഏകദേശം ഇന്ത്യയുടെ പകുതിയിലൂടെ ട്രേസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കൊരു നോർത്ത് സൗത്ത് ഡിവിഷൻ ഈസിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവരെ വരയ്ക്കാം. മാത്രമല്ല, ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന രേഖയുടെ ലാറ്റിറ്റ്യൂഡിന്റെ വടക്ക് വരുന്ന പ്രദേശം സബ് ട്രോപ്പിക്കൽ മേഖലയായിട്ടും തെക്ക് വരുന്ന പ്രദേശം, സൗത്ത് വരുന്ന പ്രദേശത്തെ ട്രോപ്പിക്കൽ മേഖലയായിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു രേഖ ശരിക്കും ഇന്ത്യയെ 2 ക്ലൈമാറ്റിക് സോണുകളായിട്ട് തിരിക്കുന്നുണ്ടെന്ന് പറയാം. സബ് ട്രോപ്പിക്കൽ നോർത്തേൺ റീജിയൻ ആൻഡ് ട്രോപ്പിക്കൽ സദേൺ റീജിയൻ. അതുകൊണ്ട് തന്നെ ഇവൻ അത്യാവശ്യം സിഗ്നിഫിക്കന്റ് ആണ്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന രേഖ. ആ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതുകൊണ്ട് തന്നെ പാസ് ചെയ്ത് പോകുന്ന സംസ്ഥാനങ്ങളും വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ഇതിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്നു. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇതിലൂടെയൊക്കെയാണ് ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ത്രിപുരയുണ്ട്, മിസോറാം ഉണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളില് ത്രിപുരയും മിസോറാമും. മെയിൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. എത്രയായി? 1, 2, 3, 4, 5, 6, 7, 8 കണ്ടോ? 8 ഇന്ത്യൻ സംസ്ഥാനം. എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങൾ? 8 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അത് അതിലെ ഏറ്റവും കിഴക്കേറ്റത്തെ സംസ്ഥാനം മിസോറാം ആണ്. എന്നും
ഏറ്റവും പടിഞ്ഞാറേറ്റത്തെ സംസ്ഥാനം ഗുജറാത്താണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നതിൽ ഏറ്റവും പടിഞ്ഞാറേറ്റത്തെ സംസ്ഥാനം ഗുജറാത്താണെന്നും ഏറ്റവും കിഴക്കേറ്റത്തെ സംസ്ഥാനം മിസോറാം ആണെന്നും ഓർത്തിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കാം. ഓക്കെ, മുന്നോട്ട് പോകാം. Except മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഡൽഹി, ഹരിയാന, തെലങ്കാന, all other states in the country have one or more international borders or a coastline that can be regarded as frontline states from the point of view of border management. അതായത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി, അതുപോലെ ഹരിയാന, തെലങ്കാന, ഇത്രയും സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള ബാക്കി ഏതൊരു സംസ്ഥാനത്ത് നോക്കിയാലും ഒന്നുകിൽ അതിനൊരു കടൽ അതിർത്തി ഉണ്ടാവും, അല്ലെങ്കിൽ അവയ്ക്കൊരു കരാതിർത്തി ഉണ്ടാവും, ഒന്നിലധികമോ രാജ്യങ്ങളുമായി ബന്ധം. അപ്പോൾ ഒരു രാജ്യവുമായിട്ടും അതിർത്തിയുമില്ല, കടലിനോട് സാമീപ്യവും ഇല്ലാതെ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ ചോദിച്ചാൽ അതാണ് ചുവടെ തന്നിരിക്കുന്ന, അല്ലെ ചുവടെയല്ല മുകളിൽ തന്നിരിക്കുന്ന അഫോർമെൻഷൻഡ് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഡൽഹി, ഹരിയാന, തെലങ്കാന. മറ്റേതെങ്കിലും ഇപ്പൊ കേരളത്തിന്റെ കാര്യം നോക്കിയാൽ കേരളത്തിന് വേറൊരു രാജ്യവുമായിട്ട് അതിർത്തിയില്ലെങ്കിലും കടലതിർത്തിയുണ്ട്. കർണാടകം കടലതിർത്തിയുണ്ട്. പഞ്ചാബിന് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്, കടലൊന്നുമില്ല, അല്ലെ. ഉത്തരാഖണ്ഡിന് ടിബറ്റുമായിട്ട് അല്ലെങ്കിൽ ചൈനയുമായിട്ട് അതിർത്തിയുണ്ട്, പക്ഷെ കടലൊന്നുമില്ല. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം അതുപോലെ തന്നെയാണ്, അതിനും കരാതിർത്തികളുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇരിക്കാതെ. ആസാം എന്ന സംസ്ഥാനം നോക്കിയാൽ പോലും ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയുണ്ട്, അല്ലെ. അരുണാചൽ പ്രദേശ് മ്യാൻമറുമായിട്ടും ടിബറ്റുമായിട്ടും അതിർത്തിയുണ്ട്. അപ്പോ വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയുണ്ട്, കടലുമായിട്ടും അതിർത്തിയുണ്ട്. ഒഡീഷ കടലതിർത്തിയുള്ള രാജ്യം, തമിഴ്നാട് കടലതിർത്തിയുണ്ട്, മഹാരാഷ്ട്ര കടലതിർത്തിയുണ്ട്. അപ്പൊ ഈ കടലതിർത്തി ഇല്ലാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ബൗണ്ടറി ഇല്ലാതെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കേവലം ഇത്ര മാത്രമേ ഉള്ളൂ. അറിഞ്ഞിരിക്കാം. ഓക്കെ, നമ്മൾ പൊതുവെ പ്രയോഗത്തിൽ പറയാറുള്ളൊരു സംഗതിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളുടെ മനസ്സിലിരിപ്പ്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അനുസരിച്ചിട്ട്, ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ടല്ലോ, ഇന്ത്യ ആയിട്ട് നമ്മൾ മാപ്പിൽ വരയ്ക്കുന്ന ഏരിയ, നമ്മൾ തൊട്ട് മുന്നേ ഒക്കെ കണ്ട ഈ ഒരു ഏരിയ, ഇതാണ് ശരിക്കും പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ തെറ്റി. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നാൽ ഇന്ത്യ ഇന്ന് കാണുന്ന യുറേഷ്യൻ പ്ലേറ്റിലേക്ക് വന്നെടുക്കുന്ന സമയത്ത്, നമ്മൾ ഇന്ത്യ ഇന്ന് കാണുന്നിടത്തേക്ക് വന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ ആയിരുന്നില്ല ശരിക്കും ഇന്ത്യയുടെ ലൊക്കേഷൻ, കുറച്ചുകൂടി ദക്ഷിണ ഭാഗത്തായിട്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഒക്കെ ഭാഗമായിരുന്ന ആളാണ് ഇന്ത്യ. ഒന്നൊരു കോണ്ടിനെന്റ് അല്ല, ഒന്ന് മറ്റൊരു സൂപ്പർ ലാൻഡ് ആയിട്ടാണ്, ഞാൻ ഗോണ്ട്വാന ലാൻഡ് എന്നൊക്കെയാണ് വിളിക്കുക. അതുപോലെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, നോർത്തേൺ മൗണ്ടൻസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബട്ട് എനിഹൗ, ആ ഗോണ്ട്വാന ലാൻഡ് മാസിൽ നിന്നും വേറിട്ട് മാറിയ ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ഒരു ഭൂരൂപം, ഒരു ലാൻഡ് ഏരിയ പതിയെ പതിയെ വർഷക്കണക്കിന്, ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ച് പതിയെ 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 ഒരു മറ്റൊരു ഇന്ന് കാണുന്ന പ്രദേശത്തേക്ക് വന്നെത്തുകയാണ് ചെയ്തു. അപ്പൊ ഇന്ന് കാണുന്ന പ്രദേശത്തേക്ക് അന്ന് വന്നെത്തിയ ആ ലാൻഡിനെ മുഴുവനായിട്ടാണ് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ന രാജ്യം അതൊരു പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഒക്കെ കൂടി കൊണ്ട് നിർണ്ണയിക്കുന്നതാണല്ലോ രാജ്യം, ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ചിത്രം. അതല്ല ജിയോഗ്രഫിക്കലി ഒന്നുമില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ബൗണ്ടറിയോ അതിർത്തിയോ കാര്യങ്ങളൊന്നുമില്ല ജിയോഗ്രഫിക്കലി. അപ്പൊ അന്ന് ഇന്ത്യയോടൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യ വന്നപ്പോൾ ഇന്ത്യയോടൊപ്പം തന്നെ വന്നു ചേർന്നിരിക്കുന്ന, ഇന്ത്യയുടെ ഭാഗമായി തന്നെയുള്ള ഒരു ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒറ്റ ലാൻഡ് ഏരിയ, അതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ അതിനകത്ത് ഇന്ന് കാണുന്ന മറ്റു പല രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമായിട്ടുള്ളത്? ഇന്ത്യ മാത്രമല്ല, പ്രധാനമായും ഇന്ത്യ. ശരി, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ തന്നെയാണ്, ഒരു സംശയമില്ല. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാം 1947 വരെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യം ഇല്ല, അതും ഇന്ത്യ ഒന്ന് തന്നെയായിരുന്നു. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനകത്ത് തീർച്ചയായിട്ടും ആര് പെടുന്നുണ്ടാവും? പാകിസ്ഥാൻ പെടുന്നു. അപ്പൊ ഇന്ത്യ ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനൊന്നും ഇല്ല കേട്ടോ, അഫ്ഗാനിസ്ഥാനും ചൈനയൊന്നും ഇല്ല, അതൊക്കെ യുറേഷ്യന്റെ ഭാഗമായിരുന്നു. പിന്നെ വരുന്ന രണ്ടാമത്തെ ആള് നേപ്പാളം. ആദ്യത്തെ ആളെ പഠിച്ചു പാകിസ്ഥാൻ, ഇന്ത്യ, 2 പാകിസ്ഥാൻ, 3 നേപ്പാള്, 4 ഭൂട്ടാൻ. മ്യാൻമർ ഉണ്ടോ? മ്യാൻമർ ഇല്ല, അതെന്തുകൊണ്ടില്ല എന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. മ്യാൻമർ ഇല്ല. പിന്നെ ഉള്ളത് ബംഗ്ലാദേശാണ്. ഭൂട്ടാൻ കഴിഞ്ഞാൽ വീണ്ടും ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെ ശ്രീലങ്കയുണ്ട്, പിന്നെ മാലിദ്വീപ്. 7 രാജ്യങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ. അപ്പോൾ നേപ്പാൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലാണോ? തീർച്ചയായും. ബംഗ്ലാദേശ് അതെ, ശ്രീലങ്ക അതെ, മാലിദ്വീപ് അതെ. പിടിക്കുന്നുണ്ടോ? ഇതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. അങ്ങ് വടക്കൻ വശത്ത് ഹിമാലയൻ കുന്നുകളും കിഴക്ക് വശത്ത് അരക്കൻ കുന്നുകളും വടക്കു പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയും ദക്ഷിണ ഭാഗത്ത് സൗത്ത് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അതിർത്തി പങ്കിട്ട് നിൽക്കുന്ന ഒരു ലാൻഡ് ഏരിയയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് വിശേഷിപ്പിക്കും. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കുറച്ചുകൂടി പഠിക്കും, അത്
നമ്മുടെ ഫിസിയോഗ്രഫി ഡിവിഷൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും ആൾക്കാരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുക, ആരുടെയൊക്കെ ഭാഗമായി വരുന്നു എന്നുള്ളത്. ഓരോ അതിർത്തികളെ പറ്റി ചെറിയൊരു വിശദാംശം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്ന് പോവുക നല്ലതാണ്. ഇന്ത്യ ചൈന അതിർത്തിയെ പറ്റിയിട്ടുള്ള ചെറിയ കുറച്ച് വിശദാംശങ്ങൾ. ഇന്ത്യ ചൈന അതിർത്തിയെ നമ്മൾ ശരിക്കും 3 വിഭാഗങ്ങളായിട്ട് തിരിക്കും. ഒരു വെസ്റ്റേൺ സെക്ടർ എന്ന് പറയാം, അതുപോലെ ഒരു മിഡിൽ സെക്ടർ ഉണ്ട്, പിന്നെ ഒരു ഈസ്റ്റേൺ സെക്ടർ ഉണ്ട്. ഇതിൽ വെസ്റ്റേൺ സെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മേഖലയാണ് ഈ വെസ്റ്റേൺ സെക്ടർ ഓഫ് ദി ഇൻഡോ ചൈന ബോർഡർ എന്ന് പറയും. അവിടെ അക്സായി ചിൻ എന്ന് പറയുന്ന ഒരു പ്രോവിൻസ് ഉണ്ട് അല്ലെ, അക്സായി ചിൻ പ്രോവിൻസ്. ഇടയ്ക്കൊക്കെ ചൈനീസ് അഗ്രഷൻ വരുന്ന സമയത്തൊക്കെ ഈ മേഖല അവരുടെ കയ്യിലേക്ക് ആകണമെന്നതുമായി ബന്ധപ്പെട്ട് ലഡാക്കിന്റെ ബാക്കി മേഖലകൾ പലതും അവരുടെ ഭാഗമാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ബട്ട് എനിഹൗ ചൈനയുടെ ഭാഗമായിട്ട് കുറെ അക്സായി ചിൻ മേഖല ഉണ്ട് മനസ്സിലാക്കാം. സെൻട്രൽ മേഖല എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും നേപ്പാൾ ഇരിക്കുന്ന ഇടമാണെന്ന്. അല്ല, ഇന്ത്യയിൽ സെൻട്രൽ മേഖല എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു ചെറിയ പ്രദേശമാണ് സെൻട്രൽ സെക്ടർ എന്ന് പറയുന്നത്. ഈ മാപ്പിൽ റെഡ് കളർ അടിച്ചു കാണിച്ചിരിക്കുന്നത് ഡിസ്പ്യൂട്ടഡ് ഏരിയാസ് ആസ് വെൽ ആസ് ഏരിയാസ് വിച്ച് കംസ് അണ്ടർ ചൈന. ചൈനയുടെ ഒരു ഒക്കുപേഷനിലേക്ക് കടന്നു വരുന്ന ഏരിയാസ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ സെൻട്രൽ സെക്ടർ നോക്കിയാൽ ചെറിയ 2 ചുവന്ന ഡോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തർക്കമുള്ള മേഖലകൾ വളരെ ചുരുക്കം ഉള്ളത് മിഡിൽ സെക്ടറിലാണെന്ന് പഠിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ സെക്ടറിലാണ് മനസ്സിലാക്കാം. ഈസ്റ്റേൺ സെക്ടർ വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങ് കിഴക്കേ അറ്റത്തെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് ആണ് ഈസ്റ്റേൺ സെക്ടർ ഓഫ് ദി ഇൻഡോ ചൈന ബോർഡർ എന്ന് പറയുന്നത്. അവിടെ ഈ പ്രശ്നം എന്താ പറയാ പ്രകടമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതുപോലെ സിക്കിം, അരുണാചൽ പ്രദേശ്, ഇത് കൂടാതെ നമ്മുടെ ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറി, ഇത്രയും മേഖലകളാണ് ഇന്ത്യ ചൈന അതിർത്തിയുടെ ഭാഗമായിട്ട് നിലവിലുള്ളത് പഠിച്ചിരിക്കുക. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് അല്ലെ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഉണ്ട്, പിന്നെ സിക്കിം ഉണ്ട്, പിന്നെ അരുണാചൽ പ്രദേശ്. 4 സംസ്ഥാനങ്ങളാണുള്ളത്. ഒരു കേന്ദ്രഭരണ പ്രദേശ്, ആര്? ലഡാക്ക് എന്ന കേന്ദ്രഭരണ. ഇതിലെ വെസ്റ്റേൺ സെക്ടർ ജമ്മു കാശ്മീർ മേഖലയെ ചൈനയുടെ ഷിങ്ചിയാങ് പ്രൊവിൻസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മേഖലയാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ വെസ്റ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ലഡാക്ക് മേഖല ചൈനയുടെ ഏത് പ്രവിശ്യയുമായിട്ടാണ് അതിർത്തി പങ്കിട്ട് നിൽക്കുന്നത് ചോദിച്ചാൽ ഷിങ്ചിയാങ് പ്രൊവിൻസ് എന്നും പഠിച്ചിരിക്കാൻ വേണ്ടി മനസ്സിലാക്കിയിരിക്കുക. ഷിങ്ചിയാങ് പ്രൊവിൻസ് മാത്രമല്ല ഇതിലെ അക്സായ് ചിൻ മേഖല, ചാങ്മോ വാലി, പാങ്ങോങ്സോ തടാകം, സ്പോങ്ങാർസോ തടാകം, ഈ മേഖലകൾ, അതുപോലെ കിഴക്കൻ ലഡാക്കിന്റെ കുറെ ഏകദേശം 500-5000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഒക്കെ ലഡാക്കിന്റെ ഏരിയ ഒക്കെ ചൈനയുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹുസ ഗിൽജിത്ത് ഏരിയ, കശ്മീരിന്റെ ഏറ്റവും വടക്കായി കാണുന്ന ഹുസ ഗിൽജിത്ത് ഏരിയയും ചൈനയുടേതാണെന്നുള്ളത് ചൈന ക്ലെയിം ചെയ്യുന്നു. മിഡിൽ സെക്ടറിൽ അങ്ങനെ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. കൃത്യമായിട്ടുള്ള ഒരു ബോർഡർ അപ്രൂവൽ അവിടെ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. കിഴക്കൻ ഭാഗം വീണ്ടും പ്രശ്നമാണ്. ഏകദേശം 1140 കിലോമീറ്റർ വരുന്ന അതിർത്തി കിഴക്കുണ്ട് അരുണാചലിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പൊ അവിടെ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഈ അതിർത്തി നിർണ്ണയ രേഖ നമ്മൾ മക്മോഹൻ ലൈൻ വിശേഷിപ്പിച്ചത് പറഞ്ഞു. ഷിംല അക്കോഡ് 1913-14 ഉണ്ടായ ഷിംല അക്കോഡിന്റെ ഭാഗമായിട്ടാണ് ഈ മക്മോഹൻ ലൈൻ എന്ന അതിർത്തി നിർണ്ണയ രേഖയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് രണ്ടും പൂർണ്ണമായി ഇന്ത്യയും ചൈനയും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇന്നും ആ മേഖലകൾ പ്രശ്നബാധിതമായി തന്നെ നിലനിൽക്കുന്നത്. ഇൻഡോ നേപ്പാൾ ബോർഡറിലും സമാനമായ സിറ്റുവേഷൻ ആണ്. 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിർത്തി പറയാം. ഇന്ത്യ നേപ്പാൾ അതിർത്തി, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം എന്നീ 5 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആർക്ക് അതിർത്തിയുള്ളത്? നേപ്പാളിന് അതിർത്തിയുള്ളത്. ഇതില് പിന്നെ നേപ്പാളുമായിട്ടും അതിർത്തി തർക്കങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ടൊരു കാലാപാനി എന്ന് പറയുന്ന മേഖല, ഇത് മേഖല കാലാപാനി എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇന്ത്യയും നേപ്പാളും തമ്മിലുണ്ട്. അതുപോലെ ഈ സിക്കിമിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. ആ കാഞ്ചൻജംഗയുമായി ബന്ധപ്പെട്ടും നേപ്പാളും ഇന്ത്യയും തമ്മിൽ ചെറിയ തർക്കമുണ്ട്. കാഞ്ചൻജംഗ നേപ്പാളിന്റെ ഭാഗമാണെന്നും അല്ല ഇന്ത്യയുടെ ഭാഗമാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളുണ്ട്. അത് പണ്ട് തൊട്ടേ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അംഗീകരിച്ചിരുന്നതാണ്. ചൈനയുടേതായ ഇൻഫ്ലുവൻസ് കൊണ്ട് നേപ്പാൾ മാറ്റുന്നതായിരിക്കണം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോർത്തിരുന്നതാണ്. ഇതാണ് ആ ഒരു കാലാപനി മേഖല എന്ന് പറയുന്നത്. ഈ നേപ്പാളിന്റെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാൻ പറ്റും. അതുവഴി ഒഴുകുന്ന ഒരു നദിയുണ്ട് പിള്ളേരെ, കാളി നദിയാണ്. ഇന്ത്യയും നേപ്പാളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന നദി ചോദിച്ചാൽ കാളി നദിയാണെന്ന് പറയാൻ പറ്റും. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതികളല്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നത് കേട്ടോ. പിന്നുള്ളത് ഇൻഡോ പാക് ബോർഡറിലെ പ്രധാന അതിർത്തി എന്ന് പറയുന്നതും ജമ്മു കാശ്മീർ എന്ന മേഖലയും ലഡാക്ക് എന്ന മേഖലയുമായി ബന്ധപ്പെട്ടാ വരുന്നത് നമുക്കറിയാം. അതിന് പുറമെ വരുന്ന ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് സർ ക്രീക്ക് എന്ന് പറയുന്ന ഗുജറാത്തിലുള്ള ഒരു മാർഷി ലാൻഡ് അല്ലെങ്കിൽ ചതുപ്പ്, വെള്ളം കയറി കിടക്കുന്ന ഒരു 96 കിലോമീറ്റർ ചതുപ്പ് നിലമുണ്ട്. അതിനാണ് ഈ സർ ക്രീക്ക് എന്ന് പറയുന്നത്. ഈ സർ ക്രീക്ക് പൊതുവെ പണ്ട് ബൻഗംഗ എന്നറിയപ്പെട്ടിരുന്ന സർ ക്രീക്ക് എന്ന് പറയുന്ന ഈ പ്രദേശവും ഇന്ത്യയും പാകിസ്ഥാന്റെ ഒരു അതിർത്തി മേഖലയായിട്ട് തന്നെ തരംതിരിക്കുവാൻ സാധിക്കും. പാകിസ്ഥാന്റെ സിന്ധ് പ്രൊവിൻസിനെ ഇന്ത്യയുടെ ഗുജറാത്ത് മേഖലയിൽ നിന്നും വേർതിരിക്കുന്നത് ഈ ഒരു സർ ക്രീക്ക് ആയിട്ട് എന്താ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഈ സർ ക്രീക്കും പാകിസ്ഥാന്റേതാണെന്ന അവകാശവാദവുമായിട്ട് ബന്ധപ്പെട്ടും എന്താ പറയാ പ്രശ്നം ഉള്ള ഒരു മേഖല കൂടിയാണ് മനസ്സിലാക്കാം.
മാരിടൈം ബൗണ്ടറി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യക്ക് 2 മാരിടൈം ബൗണ്ടറികളെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്ന് ശ്രീലങ്കയുമായിട്ടും 2 മാലി ദ്വീപുമായിട്ട്. അതിൽ മാലി ദ്വീപിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപിന്റെ ഏറ്റവും സൗത്തായി കാണുന്ന ഐലൻഡായ മിനിക്കോയ് എന്ന ഐലൻഡാണ്. അതുപോലെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഒരു കടലെടുക്കാണെന്ന് നമുക്കറിയാം അല്ലെ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കുന്ന ഒരു കടലെടുക്കാണല്ലോ. എന്താണ് ആ കടലിടുക്കിനും വിശേഷിപ്പിക്കുന്ന പേര്? ഈ ഒരു കടലിടുക്കിന് വിശേഷിപ്പിക്കുന്ന പേര്, അതിന് വിശേഷിപ്പിക്കുന്ന പേരാണ് പാക് സ്ട്രേറ്റ്. എന്ത് സ്ട്രേറ്റ് ആണ് മക്കളെ? പാക് സ്ട്രേറ്റ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ആ ഒരു കടലിടുക്ക് വരിക. പക്ഷെ വിശേഷിപ്പിക്കുന്ന പേര് പാക് സ്ട്രേറ്റ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. പാക് സ്ട്രേറ്റ്, പാക് സ്ട്രേറ്റ്, PALK, പാക്, PALK, പാക് സ്ട്രേറ്റ് ആണ്. നമ്മുടെ നിക്കോബാർ ഐലൻഡ്സും അതുപോലെ സുമാത്ര ഐലൻഡ്സ്, ഇന്തോനേഷ്യയുടെ സുമാത്ര ഐലൻഡ്സും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ചോദിച്ചാൽ ദ ഗ്രാൻഡ് ചാനൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ചാനൽ എന്നും പഠിച്ചിരിക്കാം. പിന്നീട് നമുക്ക് ആ സമയത്തേക്ക് കോസ്റ്റൽ ഏരിയ ഐലൻഡ് നോക്കുന്ന സമയത്തേക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോയി എന്ന് മാത്രമേ. ഓക്കെ, സർഫിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കേട്ടോ. ഇതാണ് പാക് സ്ട്രേറ്റ് വരിക. ആ പാക് സ്ട്രേറ്റ് ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ആ ഒരു വാട്ടർ കടലിന്റെ മേഖലയെ നമ്മൾ ഗൾഫ് ഓഫ് മാന്നാർ എന്നാണ് വിശേഷിപ്പിക്കുക. ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യയുടെയും ശ്രീലങ്കയ്ക്കും ഇടയിലായി കയറി കിടക്കുന്ന ഒരു കടൽ ഇടുക്ക് പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഗൾഫ് ഓഫ് മാന്നാർ. അവർക്കിടയിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്, ഈ ഒരു സ്ട്രേറ്റ് ആണ്, ഈ ഒരു സ്ട്രെച്ചിനെയാണ് നമ്മൾ പാക് സ്ട്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുക. തമിഴ്നാട് രാമേശ്വരം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ശ്രീലങ്ക എന്ന രാജ്യം. അവിടെ രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കേവലം 27 കിലോമീറ്റർ ഉള്ളൂ ശ്രീലങ്കയിലേക്ക് കടൽ മാർഗം. പണ്ട് രാമനല്ലോ ഹനുമാൻ അല്ലെ, സീതയെ രക്ഷിക്കാനായിട്ട് അല്ലെ സീതയെ തിരികെ കൊണ്ടുവരാനായിട്ട് പോയത് രാമസേതു ഒക്കെ പടിയെടുപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണെന്നാണ് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത്. വാസ്തവം നമുക്കറിയത്തില്ല അല്ലെ, സാഹചര്യങ്ങൾ പറയാം. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അവിടെ. മാന്നാർ ഐലൻഡ് അല്ലെങ്കിൽ തലൈ മാന്നാർ എന്ന് പറയുന്ന പ്രദേശമാണ് ശ്രീലങ്കയിൽ നിന്ന് ഏറ്റവും അടുത്ത ഇന്ത്യയുമായിട്ട് നിൽക്കുന്നത് എന്നും സൂചിപ്പിക്കാം. തലൈ മാന്നാർ ഇവിടെ ഉണ്ടാവും. തലൈ മാന്നാർ. ഓക്കെ, സോ ദാറ്റ് ബീങ് സെഡ് നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഇവിടെ നമുക്കൊന്ന് വൈൻഡ് അപ്പ് നിർത്താം. അതിർത്തി മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ നോക്കിയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും ക്ലാസ്സുകളിൽ കൂടുതൽ കണ്ടന്റുകൾ പഠിക്കുന്നതിനോടൊപ്പം കൊണ്ടുവരാം. സമയബന്ധിതമായി തീർക്കണം എന്നുള്ളത് കൊണ്ട് ഒരല്പം സ്പീഡ് കൂട്ടിയതാണ്. റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. റെക്കോർഡ് ക്ലാസ് ആയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാകാതെയോ ഏതെങ്കിലും പോർഷൻ സ്പീഡ് കൂടിയതായോ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു പോർഷനിലേക്ക് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം മക്കളെ. എല്ലാവർക്കും ഇന്ന് പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും മനസ്സിലായിട്ടുണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ദിവസം മറ്റൊരു കണ്ടന്റുമായിട്ട് കാണുന്നത് വരെ നമസ്കാരം. താങ്ക് യു.